ക്രിസ്മസിനായി ഒരുങ്ങാമെന്നും ക്രൈസ്തവ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നും ആഹ്വാനം ചെയ്ത് ലയോ 14 പാപ്പ. ക്രിസ്മസിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ബുധനാഴ്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ആയിരുന്നു പാപ്പയുടെ ആഹ്വാനം. ജീവിതത്തിന്റെ നിരവധിയായ തിരക്കുകൾക്കിടയിലും അടുത്തെത്തിയിരിക്കുന്ന ക്രിസ്തുമസിനായി ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ഒരുങ്ങാനും ക്രൈസ്തവ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കലയുടെയും ഭാഗമായ ക്രിസ്തുമസ് പുൽക്കൂട് പോലെയുള്ള അടയാളങ്ങൾ ശ്രദ്ധാപൂർവം കാത്തു സൂക്ഷിക്കാനും ആഹ്വാനം ചെയ്ത് ലയോ 14 പാപ്പ. ക്രിസ്തുമസിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഡിസംബർ 17 ബുധനാഴ്ച പതിവ് പോലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇത്തരമൊരു ആഹ്വാനം പാപ്പ മുന്നോട്ട് വെച്ചത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രിസ്തുമസ് ആകുമെന്നും നിങ്ങളുടെ വീടുകളിൽ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രഹസ്യത്തെ അനുസ്മരിപ്പിക്കുന്ന പുൽക്കൂടുകൾ ഒരുങ്ങിയിട്ടുണ്ടാകുമെന്നും പറഞ്ഞ പാപ്പ നമ്മുടെ വിശ്വാസത്തിന്റെ മാത്രമല്ല ക്രൈസ്തവ സംസ്കാരത്തിന്റെയും കലയുടെയും ഭാഗമായ ഇത്തരമൊരു പ്രധാനപ്പെട്ട ഘടകം നഷ്ടപ്പെടാതെ തുടരട്ടെ എന്ന് വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. യേശു നമുക്കിടയിൽ വസിക്കാനായി മനുഷ്യനായി പിറന്നുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പുൽക്കൂടെന്ന് പാപ്പ അനുസ്മരിച്ചു. ക്രിസ്തുമസ് അടുത്തെത്തിയിരിക്കുന്ന ഇക്കാലത്ത് വിവിധ ആഘോഷങ്ങൾക്കായി തിരക്കിട്ട് ഓടുന്നതിനിടയിൽ ഈ ആഘോഷങ്ങൾ ഉപരിപ്ലവമായി ജീവിച്ച് വീണ്ടും നിരാശയിലേക്ക് തിരികെ പോകാൻ നമ്മെ തന്നെ അനുവദിക്കരുതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിന്റെ വരവനായി നമ്മുടെ ഹൃദയത്തെയും ഒരുക്കാമെന്നും ശ്രദ്ധയോടെ കാത്തിരിക്കാമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ഇത്തരമൊരു കാത്തിരിപ്പിലൂടെ അവന്റെ സ്നേഹ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെയും ഹൃദയത്തിന്റെയും നിധിയായി മാറുമെന്നും പാപ്പ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ഡിസംബർ 15 തിങ്കളാഴ്ച വൈകുന്നേരം വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ പുൽക്കൂട് അനാവരണം ചെയ്യപ്പെട്ടിരുന്നു. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കുന്നതിന് സഹായിച്ചവരെ അന്നേ ദിവസം രാവിലെ പോൾ 6 ശാലയിൽ സ്വീകരിച്ച പാപ്പ പരിശുദ്ധമ്മയുടെ ധ്യാനാത്മകമായ നിശബ്ദതയെ കൂടി പരാമർശിച്ചുകൊണ്ട് യേശുവിന്റെ പുൽക്കൂട് നിശബ്ദതയും ധ്യാനാത്മകമായ പ്രാർത്ഥനയും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുവെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.